വിമർശനങ്ങളുടെ കനൽ വഴികളിലൂടെ നടന്നു കയറി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സിംഹാസനത്തിനരികിലെത്തി നിൽക്കുന്ന വിജയ് എന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖരന്റെ ജീവിതം ഏതൊരു മനുഷ്യനും പകർത്താവുന്ന വലിയൊരു പാഠപുസ്തകമാണ്. സഹോദരിയുടെ വേർപാട് തീർത്ത മൗനത്തിൽ നിന്ന് മുഖം കാണാൻ ആര് പടമുടക്കുമെന്ന പരിഹാസങ്ങളെ കവചമാക്കി മാറ്റി തൻ്റെ അച്ഛൻ തന്നെ നിർമ്മിച്ച സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ ആ 19 വയസ്സുകാരൻ ഇന്ന് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. 1999 തുള്ളാതെ മനവു തുള്ളുമെന്ന ചിത്രത്തിലൂടെ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ വിജയ് അമ്പലങ്ങൾക്കപ്പുറം ആശുപത്രികൾ പണിയണമെന്ന വിപ്ലവകരമായ ആഹ്വാനത്തിലൂടെയും നോട്ട് നിരോധന കാലത്ത് സാധാരണക്കാരൻ തെരുവിൽ നിൽക്കേണ്ടി വരുന്നതിനെതിരെ ശബ്ദമുയർത്തിയും തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ സിനിമയിലൂടെ ഘോരമായി പ്രഖ്യാപിക്കുകയും ചെയ്ത് ജല്ലിക്കെട്ട് സമരത്തിൽ മുഖമറച്ച് പങ്കുചേർന്നപ്പോഴും ഇന്ധനവില വർധനവിനെതിരെ സൈക്കിൾ ചവിട്ടി വോട്ട് ചെയ്യാൻ പോയപ്പോഴും അദ്ദേഹം കേവലം ഒരു നടനായിരുന്നില്ല, മറിച്ച് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവായി മാറുകയായിരുന്നു. ഇന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തമിഴകം വെട്രിക്കഴകം TVK എന്ന തൻ്റെ പാർട്ടിയെ 108 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കി മാറ്റി അദ്ദേഹം തമിഴ് മണ്ണിൽ വിസ്മയം തീർത്തിരിക്കുന്നു. അഴിമതിയില്ലാത്ത ഭരണം, സ്ത്രീകൾക്കും പ്രതിമാസം 2500 രൂപ സഹായം, സൗജന്യ വൈദ്യുതിയോടൊപ്പം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ 1.5 ട്രില്യണിലേക്ക് എത്തിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനങ്ങളുമായി അദ്ദേഹം പുറത്തിറക്കിയ പ്രകടന പത്രിക ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 108 സീറ്റ്. DMK അണ്ണാ DMK ദ്വന്ദ്ങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വിജയ് നടന്നു കയറുമ്പോൾ അത് കേവലം ഒരു താരോദയമല്ല, മറിച്ച് ദശകങ്ങളായി തമിഴ് മക്കൾ കാത്തിരുന്ന ഒരു പുതിയ രാഷ്ട്രീയ ബദലിന്റെ ഉദയമാണ്. വിമർശിച്ച മാഗസിനുകളുടെ കവർ ചിത്രമായി മാറിയ അതേ വാശിയോടെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഭരണാധികാരിയാകുവാനൊരുങ്ങുന്ന വിജയുടെ യാത്ര പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഉജ്ജ്വലമായ ഒരു ഇതിഹാസമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും സൗത്ത് ഇന്ത്യ മുഴുവനും ഒരേപോലെ ആഘോഷിക്കുന്ന വിജയ് സിനിമ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദവും ആഘോഷിക്കപ്പെടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.